വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. ഒരു പ്രതികരണം കേൾക്കാവോ? താങ്കൾ കേട്ടാണ്, താങ്കൾ അറിയാവുന്ന ആളാണ്. ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല. ചിലപ്പോൾ ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്നെക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖിൽ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇറങ്ങാം. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. വിഷമമുണ്ടാവും, പക്ഷെ ഇടിച്ചു നിന്നോളാം. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടോ, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ട. ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിനു ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ നമ്മൾ സമയം കളയേണ്ട. രമേഷ് പിഷാരടി തെറ്റി. രമേഷ് പിഷാരടി പറഞ്ഞ് 2-3 കൊല്ലം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വേണ്ട, 2 മാസം കൊണ്ട് അകലെ തെളിയിച്ചു. അനന്ത പ്രയാസം. അഖിലിനെ പോലെ മനസ്സിലാക്കിയാണ്ടാവൂ. കാരണങ്ങൾ എന്തു ആയിക്കോട്ടെ. അഖിൽമാർ ഇന്നത്തെ അല്ല നാളത്തെ, നാളത്തെ അല്ല മറ്റന്നാൾ 2 കൊല്ലം വരട്ടെ എന്ന് പറഞ്ഞു. 2 മാസം കഴിയുമ്പോൾ അഖിൽമാർ നിലപാട് മാറ്റാണ്. നിറം മാറുന്ന പോലെ അങ്ങ് മാറിയല്ലോ. മഹാത്മാഗാന്ധി ഉൾപ്പെടെ അടിച്ചു നോക്ക്. ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, മഹാത്മാഗാന്ധിയുടെ നിലപാടുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഇനി ഇതിന്റെ വാലും പിടിച്ച് പുതിയ വല്ല വള്ളി വരികയോടോ. അതെന്താ അങ്ങനെ ഒരു ടോക്ക്. താൽക്കാലിക നേട്ടത്തിനും സീറ്റ് കിട്ടാനും വേണ്ടി അഖിൽമാർ കളിക്കുന്ന കളിയും ഗാന്ധി തമ്മിൽ കമ്പയർ ചെയ്യൽ അഖിലാണ്. ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ ലുലു മുണ്ടു കാണിക്കുന്നതാണ് എന്ന് അഖിൽമാർ പറയുകയും അവസരം കിട്ടുമ്പോൾ നേരെ ബിഗ് ബോസിലേക്ക് പോവുകയും ചെയ്യും. പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ അഖിൽമാരാർ കോൺഗ്രസിന്റെ സ്ഥാനത്ത് ആഗ്രഹിച്ച് കിട്ടാതാകുമ്പോൾ നേരെ NDA ഫോൾഡിലേക്ക് പോവുകയും ചെയ്യും. ഇതിനെ പക്കാ നിലപാട് മാറ്റം എന്നാ പറയുന്നത്. ഗാന്ധിയോട് കമ്പയർ ചെയ്യല്ലേ, മോശമാണ് ഗാന്ധിക്ക്. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.